ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ. പ്രതി ഹമീദ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മുട്ടം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞ്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, മകനെയും കുടുംബത്തെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആളാണ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റതാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ കാര്യങ്ങൾ മാറി മറിയുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തുകയായിരുന്നു. എന്താണ് ശിക്ഷാവിധിയുടെ വിവരങ്ങൾ? ദിവിഷ്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിനെ കോടതി പരിഗണിച്ചു എന്ന് വേണം വിലയിരുത്താൻ. അതുകൊണ്ടാണ് പ്രതിക്ക് മരണം വരെ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത്. IPC 436, അതോടൊപ്പം തന്നെ 302. ഈ 2 വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി. ഇതൊരു കൂട്ടക്കൊലയായി തന്നെയാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ടവരിൽ 9ഉം 11ഉം വയസ്സുള്ള 2 ചെറിയ കുട്ടികളുണ്ട്. ഈ കൊല്ലപ്പെട്ടവരെല്ലാം നിസ്സഹായരായിരുന്നു. കാരണം ഈ പ്രതി തന്നെ ഇവർ കിടന്നിരുന്ന മുറി പുറമേ നിന്ന് പൂട്ടി. അതോടൊപ്പം തന്നെ ഈ പ്രതി ഈ കൊല്ലപ്പെട്ടവരുടെ മരണം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഈ വിധി പറയുന്നതിനായി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രായം ഒരു പ്രധാന ഘടകമായിരുന്നു. കാരണം 80 വയസ്സുള്ള ഒരാളായിരുന്നു ഈ പ്രതി. എന്നാൽ ഈ പ്രായം പോലും പരിഗണിക്കാതെയാണ് കോടതി വധശിക്ഷ വിധിച്ചത് എന്നത് ഒരുപക്ഷെ അപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പ്രതി നടത്തിയ ആസൂത്രണവും ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ആണ് കോടതി പരിഗണിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 302 വകുപ്പ് പ്രകാരം ആണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. IPC 436 വകുപ്പ് പ്രകാരം, അതായത് വീടിന് തീ വെച്ചു, എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുകൊണ്ട് വീടിന് തീ വെച്ചതുമായി ബന്ധപ്പെട്ട് ചുമത്തിയ വകുപ്പിൽ 10 വർഷം തടവാണ് ശിക്ഷിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ, ഈ 2 വകുപ്പുകൾ പ്രകാരമുള്ള പരമാവധി ശിക്ഷ കോടതി ഈ പ്രതിക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2029 മാർച്ച് 19-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഇവർ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായിരുന്നു. അതായത് ആലിയ കുന്നേൽ ഫൈസൽ മുഹമ്മദ്, ഷീബ, മക്കളായിട്ടുള്ള മെഹറിൻ, അതോടൊപ്പം തന്നെ അസ്ന, ഈ കുടുംബമാണ് കൊല്ലപ്പെട്ടത്. ഫൈസലിന്റെ പിതാവാണ് ഹമീദ്. ഹമീദ് ഇവരെ ഉപേക്ഷിച്ച് പോയിരുന്നു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ മകനും മക്കൾക്ക് നൽകിയ സ്വത്ത്, അത് ഇഷ്ടദാനം നൽകിയ സ്വത്ത്, അത് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഫൈസൽ ഇതിന് വഴങ്ങിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേസിനൊക്കെ പോയിരുന്നു. എന്നാൽ ഈ കേസുകളിലെല്ലാം ഹമീദിന് തിരിച്ചടി ഉണ്ടാവുകയാണ് ഉണ്ടത്. ഇതിന്റെ ഒരു പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കരുതിക്കൂട്ടി ഈ കൊലപാതകം നടക്കുന്നത്. ഫൈസലും ഭാര്യയും കുട്ടികളും ഒരു മുറിയിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ പ്രതി ഈ കൃത്യം നടക്കുന്ന ദിവസം രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷം ഇവർ കിടന്നിരുന്ന മുറി പുറമേ നിന്ന് താക്കോലിട്ട് പൂട്ടുകയായിരുന്നു. അതിനുശേഷം പെട്രോൾ നിറച്ച കുപ്പി അത് തിരിയിട്ട് കത്തിച്ചതിന് ശേഷം ജനൽ വഴി ഇവർ കിടന്നിരുന്ന മുറിയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ തീ പിടിച്ച് ഈ കുട്ടികളും കുടുംബവും ഉണരുകയും സഹായത്തിനായി അയൽവാസിയെ ഫോണിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയൽവാസി വരുമ്പോൾ ഇയാൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഈ വാതിൽ ചവിട്ടി പൊളിച്ച് ഈ അകത്ത് പെട്ടുപോയവരെ രക്ഷപ്പെടുത്താൻ ഈ അയൽവാസി ശ്രമിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ പ്രതി വീണ്ടും പെട്രോൾ നിറച്ച കുപ്പി ഈ മുറിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം അസാധ്യമായി തീർന്നു. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയാൽ ആ വീട്ടിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാകരുത് എന്ന് ഈ പ്രതി ഉറപ്പിച്ചിരുന്നു. അതിനായി മോട്ടോർ കണക്ഷൻ വിച്ഛേദിച്ചു, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. അങ്ങനെ ആസൂത്രിതമായി മനസാക്ഷിയില്ലാതെ നടത്തിയ ഒരു കൊലപാതകം, ഒരു കൂട്ടക്കൊല തന്നെ എന്ന് ചീനിക്കുഴി കൊലക്കേസിനെ പറയാം. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ പ്രതിക്ക് പ്രായം പോലും പരിഗണിക്കാതെ വധശിക്ഷ നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. വധശിക്ഷയ്ക്ക് പുറമെ 10 വർഷം തടവും, അതോടൊപ്പം തന്നെ ഈ 2 വകുപ്പുകളിലും 2 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പിഴയുടെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ദിവിഷ്, ശരി. ഇടുക്കി ചീനക്കുഴിയിൽ മകനെയും കുടുംബത്തെയും അതിക്രൂരമായി തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി ഹമീദ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മുട്ട 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.